ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവുകയും ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആദ്യം ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനാദ്യം വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നെടുത്ത് വെച്ചതാണ്. അതും കൂടെ ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഈ പലഹാരത്തിന്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി നല്ലപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാൽ അളന്നെടുത്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ട് കിട്ടണം. എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാല് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ പാല് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അതിന് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് മൈദ അളന്നെടുത്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അരിച്ചിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ട് ഈ പാലിൻ്റെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മാവ് പരുവത്തിന് ഇതൊന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല അഡീഷണൽ ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മാവ് കുറച്ചധികം ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ല മാവ് നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ പാല് ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് മാവ് വേണ്ടത്. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ തീരെ ലൂസായി പോകാനും പാടില്ല. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് അളവിന് മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഓരോ സ്പൂൺ മാവാണ് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് ഈ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടെ മാവൊന്ന് കട്ടിക്കെടുത്താലും മതിയാവും. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. പുറം ഭാഗം മാത്രം കരിഞ്ഞു കിട്ടും, ഉള്ളിലൊന്നും വേവുകയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എടുത്ത് കോരി ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റിയാൽ എക്സ്ട്രാ വന്നിട്ടുള്ള എണ്ണയൊക്കെ നമുക്കതിൽ അബ്സോർബായി കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഒന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഇതാ ഞാൻ എടുത്ത് കലക്കി വെച്ചിരുന്ന മാവ് മുഴുവനും ഇതേപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് ഈ സമയത്തോ ഏലക്കാപ്പൊടി അല്ലെങ്കിൽ പട്ട പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെറുതെ പഞ്ചസാര മാത്രം പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്നാക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്നാക്കിലും പഞ്ചസാര ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്നാക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.